20ാം നൂറ്റാണ്ടിന്റെ ഒരു സവിശേഷതയാണ്, ഒരു പ്രത്യേകതയാണ് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന തട്ടുകട. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നുമില്ലാത്ത സമയം കൊണ്ട് പ്രത്യേകം ഒരു 5 മണിയാകുമ്പോഴേക്കും പെട്ടെന്ന് ഓപ്പൺ ചെയ്തു വരുന്ന കൂണ് പോലെ മുളച്ചു വരുന്ന തട്ടുകട. പക്ഷേ ഇവിടെ ഇതാ ബഹ്റൈനിൽ ഒരു പ്രത്യേകതരം തട്ടുകട. നമ്മളിപ്പോൾ ഉള്ളത് KP ടിന്റുമോൻ ശശിയുടെ തട്ടുകടയിലാണ്. ശശി സാറിന്റെ അടുക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ പറയും, എന്താണ് നേരം വെളുത്തേരെ ഈ കുന്തു കൊണ്ടിട്ട് നടന്നു വരാൻ പണിയെടുക്കാൻ വിടൂലേ മനുഷ്യന്മാരാ? തട്ടുകട ഇവിടെ ഒരു വളരെ പ്രത്യേക തരം തട്ടുകടയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ബഹ്റൈനിൽ തുടങ്ങാനുള്ള താങ്കളുടെ പ്രചോദനം എന്താണ് കുമാരേട്ട? നിങ്ങളിവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇവിടെ ഞാൻ വന്നിട്ട് 35 കൊല്ലായി. പക്ഷെ ഇവിടെ ഇതുവരെ ഒരു പുളിയിട്ടതും ഉപ്പിലിട്ടതൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പൊ നിങ്ങളപ്പോ 35 അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വരുന്ന 35 വർഷം മുമ്പിട്ട വെള്ളം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്, ആരും വരെ വിട്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു വന്നത്. ഇതൊക്കെ നോട്ട് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. മോനെ വെള്ളം പഴയതാണെങ്കിലും സാധനം പുതിയതല്ല, അതാണ് നമ്മളെ പ്രത്യേകത. പിന്നെ ഉപ്പ് നമ്മൾ അങ്ങനെ ഇടലില്ല, പൈസ കൊടുത്ത് വാങ്ങലില്ല. നമ്മൾ വേഗം മെല്ലനെ ആക്കിയിട്ട് അതിലിങ്ങനെ പടയലാണ്. കാരണം ഉപ്പ് ഇവിടെ വാങ്ങിക്കഴിഞ്ഞാല് നമുക്ക് ഒക്കൂല. കാരണം ഇവിടെ എല്ലാരും കടം വാങ്ങിയിട്ട് തിന്നിട്ട് പോകാൻ പൈസ കുറവാ മക്കളെ. അതിന്റെ ഒരു വിഷമമുണ്ട്. കാരണം എല്ലാം കടം വാങ്ങിയിട്ട് ഇതാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ കൂടാതെ കുമാരേട്ടന്റെ ഐഫോണാണ് ഇവിടെ. ഐഫോണിൽ ഫോൺ വന്നിട്ട് ഞാന് ഒരു 12 മണിയായാലും വിഷമാവോ? ഇതിവിടെ ലൈവ് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ശശിയേട്ടാ, താങ്ക് യു വെരി മച്ച്. റൂമിലെത്തിയിട്ടില്ല. ഇവിടെ ഇപ്പൊ മുട്ട പുങ്ങിയതും മറ്റേ തേങ്ങ കരണ്ടിയതൊക്കെ അടിച്ച് തിന്നാ. ശശിയേട്ടന് വേണ്ടിയിട്ട് ഒരു 5-6 മുട്ട ഞാൻ ഡെഡിക്കേഷൻ ചെയ്യാം. പിന്നെ ഈ മുട്ടയൊക്കെ താങ്കൾ തന്നെ ഇട്ടിട്ട് പുഴുങ്ങലാണെന്നാണ് കേട്ടത്. ഇതിനെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അല്ല, ഇത് നമ്മള് കോയിനെ കൊണ്ട് ഇടിപ്പിക്കണം. വേറെ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? നിങ്ങൾക്ക് കോയിമുട്ടന്റെ മുകളിൽ സാധനം കുട്ടികള് കോയിമുട്ടന്റെ മുകളിൽ എങ്ങനെയാണ് കോയി തന്നെ സീലടിച്ചിട്ട് വിടുന്നതാണോ അതോ? മോനെ, അതൊരു മെഷീന് നമ്മളങ്ങനെ അമേരിക്കയിൽ നിന്ന് ആദ്യം നമ്മൾ ആ മെഷീന് കോയിനെ കൊണ്ട് തീറ്റിക്കും. ആ മെഷീൻ കോയി മുട്ട ഇങ്ങോട്ട് വരുമ്പോ ഇതിങ്ങനെ പ്രസ്സാവുമല്ലോ. അപ്പൊ നമ്മൾ സ്റ്റാമ്പ് അടിക്കുന്ന പോലെ അല്ല, കോയി ഇരിക്കുമ്പോ കോയി ഇങ്ങനെ മുട്ട ഇടുമ്പോ അതിങ്ങനെ പ്രസ്സായിട്ട് സ്റ്റാമ്പ് അടിക്കുന്ന പോലെ സാധനം ആർക്കെങ്കിലും വേണ്ടെങ്കിൽ അവരദ്ദേഹം കൊടുക്കുന്നത്. സാധനം വേണമെങ്കിൽ പറഞ്ഞു. കാരണം ഇത് ഇന്ന് കൂട്ടാന്റെ സമയമായി. നമുക്ക് പോവാൻ പല വീട്ടിൽ കല്ലുമക്കായി തീർന്നു പോയി. മുട്ട ഉണ്ട്, നെല്ലിക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, അച്ചാറുണ്ട്, പഴം, കൊല, ഒരു പന്നിയും ഇതുണ്ടാ ഉണ്ടെന്ന് പറയണം. പിന്നെ പുട്ടുണ്ടാ? പുട്ടെന്ന് ഇവിടുന്ന് നമ്മൾ പറയില്ല മോനെ. ഇത് ഇന്റർനാഷണൽ കൺട്രിയാണ്. ഇവിടെ നമ്മള് പുട്ട് എന്ന് പറയില്ല. കോയി കൊടുത്തേ പറഞ്ഞ പോലെ കുമാരേട്ടൻ പോയല്ല. എന്തോ പറയാണ്ട് ക്യാമറ അങ്ങോട്ടേക്ക് പോവാണ്. പുട്ടെടുത്തോടെ അണ്ണാക്കിലിട്ട് കൊടുക്കുന്നത് ചേമ്പിട്ട് അണ്ണാക്കിലിട്ട് കൊടുത്താണ്. കുമാരേട്ടന്റെ ഒറിജിനലിലേക്ക് വന്നിട്ട് ഇദ്ദേഹത്തിന് എന്തോ പറയണ്ടായിരുന്നു. നിങ്ങള് ഹോം ഡെലിവറി ചെയ്യുമോന്നാണ് ചോദിക്കുന്നത്. അല്ല, എന്റെ ബോള് 2-3 ഡെലിവറി കഴിഞ്ഞു.